Hi guys, myself Shreya, your FM tutor at Dream Ledger. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2025 FM മോക്ക് എക്സാമിന്റെ ഡീബ്രീഫിംഗ് ആണ്. നമ്മൾ 3 വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ സെഷൻ എ ആയിരിക്കും, ദെൻ സെഷൻ ബി, ദെൻ സെഷൻ സി. സെഷൻ എന്റെ വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The following are the extracts from financial statements of Essegico. നമുക്ക് റവന്യൂ തന്നിട്ടുണ്ട് 10% ക്യാഷ് സെയിൽസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാക്കി എത്രയാണ്? 90% ക്രെഡിറ്റ് സെയിൽസ് ആണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് 80% പെർച്ചേസസ് ആണെന്ന് പറയുന്നുണ്ട്. $2,700 million 80% ആനുവൽ പെർച്ചേസസ് ആണ് വരുന്നത്. ഇൻവെന്ററി തന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്, ട്രേഡ് പേയബിൾസ് തന്നിട്ടുണ്ട്. ആൻഡ് പറയുന്നത് അസ്യൂം 360 ഡേ എ ഇയർ എന്ന രീതിയിലാണ് പറയുന്നത്. Calculate Essegico's cash operating cycle using the working capital ratios rounded to nearest day ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഫോർമുലയുണ്ട്. ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈക്വൽ ടു ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് പ്ലസ് ആവറേജ് റിസീവബിൾസ് പീരീഡ് മൈനസ് ആവറേജ് പേയബിൾസ് പീരീഡ് എന്നതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും നമ്മുടെ കയ്യിലില്ല, എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 365 എടുക്കണ്ട, ഇവിടെ 360 എടുത്താൽ മതി. എന്തുകൊണ്ടാണ്? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 360 എടുത്താൽ മതി എന്ന്. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 350 ഡിവൈഡഡ് ബൈ 2700 ഇൻറ്റു എത്രയാണ്? 360, വിച്ച് ഇസ് 46.67 പ്ലസ് ഇനി ആവറേജ് റിസീവബിൾസ് പീരീഡ് ആണ് നമുക്ക് വേണ്ടത്. ആവറേജ് റിസീവബിൾസ് 420 ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. നമുക്കിവിടെ ക്യാഷ് സെയിൽസ് അറിയാം. ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 90% ഓഫ് 3800 ആണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ്. അപ്പൊ 90% ഓഫ് 3800 എന്താണ്? 3420 ആണ് നമുക്ക് വരുന്നത്. സോ ഈക്വൽ ടു 3420. ഇനി ക്യാഷ് റിസീവബിൾസ് ആവറേജ് റിസീവബിൾസ് പീരീഡ് എന്താണ് വരുന്നത്? നമുക്ക് ആവറേജ് റിസീവബിൾസ് 420 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 3420 ഇൻറ്റു 360 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 44.21 ആണ് നമുക്ക് കിട്ടുന്നത്. 44.21. ഇനി നമുക്ക് വേണ്ടത് ആവറേജ് പേയബിൾസ് പീരീഡ് ആണ്. ആവറേജ് പേയബിൾസ് പീരീഡ് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. എത്രയാണ് ആവറേജ് പേയബിൾസ് പീരീഡ്? 250 ആണ് ആവറേജ് ട്രേഡ് പേയബിൾസ് ഓർ ആവറേജ് പേയബിൾസ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ് വേണ്ടത്? പെർച്ചേസസ് ആണ് വേണ്ടത്. ക്രെഡിറ്റ് പെർച്ചേസസ് വേണം. ക്രെഡിറ്റ് പെർച്ചേസസ് ഇല്ല, അറ്റ്ലീസ്റ്റ് പെർച്ചേസസ് എങ്കിലും വേണം. പെർച്ചേസസ് ഇവിടെ എത്രയാണ്? 80% ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. അപ്പൊ 2700 ക്രെഡിറ്റ് പെർച്ചേസസ് എന്ന് പറയുന്നത് എന്താണ്? 2700 എത്ര പെർസെൻറ്റേജ് ആണ്? 80% ആണ് നമ്മുടെ ക്രെഡിറ്റ് പെർച്ചേസസ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 2700 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 100, വിച്ച് ഇസ് 2160 ആണ് നമ്മുടെ എന്ത് പെർച്ചേസസ് വരുന്നത്. ആനുവൽ പെർച്ചേസസ് ഓർ ക്രെഡിറ്റ് പെർച്ചേസസ് എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ട്രേഡ് പേയബിൾസ് പീരീഡ് ആണ്. ട്രേഡ് പേയബിൾസ് പീരീഡ് എന്ന് പറയുമ്പോൾ 250 ഡിവൈഡഡ് ബൈ 2160 ഇൻറ്റു 360 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 41.66 ഡേയ്സ്. അപ്പോൾ മൈനസ് 41.66 or 6-7 days എന്ന രീതിയിൽ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് അഡീഷൻ ചെയ്യേണ്ടത് അഡീഷൻ ചെയ്യാം, മൈനസ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യാം. സോ 46
44.67 minus 44.2, I mean plus 44.2, 44.21 minus 41.67 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 49.2 കിട്ടും. റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 49 days ആണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ടെ ആൻസർ 49 days ആണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ആർ ദ വീക്ക്നെസ്സസ് ഇൻ യൂസിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു വാല്യൂ ആൻഡ് അൺലിസ്റ്റഡ് ബിസിനസ് ആണ് ചോദ്യം. സോ ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഗവേൺഡ് ബൈ ഫിനാൻഷ്യൽ റെഗുലേഷൻസ്. അത് ആക്ച്വലി നല്ല കാര്യമല്ലേ? അപ്പൊ അത് വീക്ക്നെസ് അല്ല, സ്ട്രെങ്ത് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡു നോട്ട് റെപ്രസെന്റ് ദ ഫ്യൂച്ചർ പെർഫോമൻസ്. അതൊരു മോശം കാര്യമാണ്. കാരണം നമ്മൾ പാസ്റ്റ് ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചർ അറിയാമെങ്കിലാണ് കുറച്ചും കൂടി ഡിസിഷൻ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. പാസ്റ്റ് ഓൾറെഡി നടന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതൊരു വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊഡ്യൂസസ് ഓൺ ആൻ ആനുവൽ ബേസിസ് ആണ്. അതായത് വർഷത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ. കൃത്യമായ അപ്ഡേഷൻസ് വരില്ല. വർഷത്തിൽ ഒരിക്കലേ അപ്ഡേഷൻസ് വരുള്ളൂ. അതും ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ 2ഉം 3ഉം എന്താണ്? വീക്ക്നെസ് ആണ്. അപ്പോ 2ഉം 3ഉം ഉള്ളത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. സോ നമ്മൾ അതാണ് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റോൺകോ ഇസ് എക്സ്പെക്ടിങ് ടു ഡെപ്പോസിറ്റ് $25 million in 3 months time. The deposit will be for a 4 months period. 4 മാസത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And Stoneco is concerned that the interest rate would fall over the next 3 months. So it want to fix the rate of interest now with a forward rate agreement. അപ്പോൾ assume the interest rate is 4.3% in 3 months time. What will be the financial settlement under FRA ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് 3 months ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റിസ്ക് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് റിസ്ക് വരുമ്പോ എന്താണ്? 3 months ടൈമില് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? കോഡ്സ് എങ്ങനെയാണ്? FRAന്റെ കോഡ്സ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? ബിഗിനിങ് 3 months എന്ന രീതിയിൽ കാണിക്കുന്നു. രണ്ടിന് 3 months ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? 4 months പീരീഡ് എന്ന് പറയുന്നുണ്ട്. 4 months പീരീഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് 4 എന്നല്ല കാണിക്കേണ്ടത്. 3 months മുതൽ എത്ര മന്ത്സ് വരെ? 4, 5, 6, 7. അപ്പൊ 4 months എന്ന് പറയുമ്പോൾ 3 ആൻഡ് ദെൻ വരുന്നത് 7 ആണ്. അപ്പൊ ഫസ്റ്റ് 1 അല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് FRA എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഉള്ളോട് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന റേറ്റ്. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 4.3% ആണെങ്കിൽ എന്തായിരിക്കും ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഇത് കാണാനായിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? എത്രയാണ് ഡിഫറൻസ് ഇൻ റേറ്റ് വരുന്നത്? ഡിഫറൻസ് ഇൻ റേറ്റ് എന്ന് പറയുന്നത് 4.7 മൈനസ് 4.3 ആണ് ഡിഫറൻസ് വരുന്നത് പെർസെൻറ്റേജില്. ഹോൾ പെർസെൻറ്റേജ് അത്രയാണ് ഡിഫറൻസ് വരുന്നത്. ഓൺ ഏത് എമൗണ്ടിന്റെ മേലെ? 25 മില്യന്റെ മേലെ 1, 2, 3 1, 2, 3 എന്ന രീതിയിൽ ഇൻറ്റു നമ്മളോട് പറയുന്നുണ്ട് 4 months ടൈമിനാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 4 ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. ഇവിടെ 4 ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടാൻ പോണത്? 4.7 മൈനസ് 4.3 അത് പെർസെൻറ്റേജിലാണ്. സോ ഡിവൈഡഡ് ബൈ 100 കൂടി ചെയ്യണം ഇൻറ്റു 25 മില്യൺ 1, 2, 3 1, 2, 3 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 12. സോ എത്രയാണ്? 33,333 rupees, I mean ഡോളർ ആണ് നമുക്ക് വരുന്നത്. അപ്പോ നെക്സ്റ്റ് വൺ എങ്ങനെയാണ്? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. സെലക്ട് ദ ഫിനാൻഷ്യൽ അപ്രോപ്രിയേറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അംബികോ നീഡ്സ് ടു
കൺവേർട്ട് ഫോറിൻ കറൻസി ഇൻ ടു ഡൊമസ്റ്റിക് കറൻസി. ഫോറിൻ കറൻസിനെ ഡൊമസ്റ്റിക് കറൻസി യൂസ് ആക്കാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. യൂറോ കറൻസി മാർക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോൺസും കാര്യങ്ങളും മറ്റു കറൻസിയിലുള്ള ബോൺസും കാര്യങ്ങളും ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഡിൽകോ നീഡ്സ് ടു ഇഷ്യൂ ന്യൂ ലോങ് ടേം നോട്ട്സ്. ലോങ് ടേം നോട്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? 1 ഇയറിൽ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് വരുന്നത്. 3 months 2 months 1 ഇയറിൽ കീഴെ ആണെങ്കിൽ മണി മാർക്കറ്റ് വരുന്നത്. ഇവിടെ ലോങ് ടേം എന്ന് പറയുന്നത് 1 year എബോ ആണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് വരുന്നത്. ബെഞ്ചികോ നീഡ്സ് ടു ഇഷ്യൂ ന്യൂ ഓർഡിനറി ഷെയർസ്. അപ്പോൾ ന്യൂ ഓർഡിനറി ഷെയർസ് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ അടുത്ത ഇൻവെസ്റ്റർക്ക് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ സെക്കൻഡറി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. കാർലോ കോ നീഡ്സ് ടു പെർച്ചേസ് ഷോർട്ട് ടേം ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ്. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അത് നമ്മൾ പ്രൈമറി മണി മാർക്കറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വരുന്നത്? ബക്ലാൻ മാഷ്കോ ഹാസ് എ കറന്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് 58 million എന്ന രീതിയിലാണ് പറയുന്നത്. $58 million ആൻഡ് ഹാസ് റീസെന്റ് പെയ്ഡ് ആൻ ഡിവിഡൻഡ് ഓഫ് 5 million ആണ് പറയുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് 70% ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 20% ആണ്. സോ നമുക്കറിയാം ഡിവിഡൻഡ് പേ ഔട്ടും ഉണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. സോ നമുക്ക് അവിടെ ഗ്രോത്ത് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ഗ്രോത്ത് കാണാൻ എങ്ങനെയാണ്? G=BR എന്ന് പറഞ്ഞ ഫോർമുലയാണ് വരുന്നത്. G=BR എന്ന് പറയുമ്പോൾ ബി എന്താണ്? റിട്ടേൺ ഏർണിംഗ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പെർസെന്റേജ് ആണ്. ഇവിടെ ഡിവിഡൻഡ് 70% കൊടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഏർണിംഗ്സ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് എത്രയായിരിക്കും? 1 - 70% ആണ് ബി വരുന്നത്. ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ് വരുന്നത്. 20%. സോ വിച്ച് ഈസ് ഈക്വൽ ടു 30% ഇൻറ്റു 20%. അപ്പോ 6 ആണ് നമുക്ക് വരുന്ന വാല്യൂ. 6% ഗ്രോത്ത് ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിൽ വെച്ചിട്ട് D0 ഇൻറ്റു 1+G ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു പ്ലസ് G ആണ് വരേണ്ടത്. അപ്പോ ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 5 million ആണ്. 5 million ഇൻറ്റു 1+G എന്ന് പറയുന്നത് എത്രയാണ്? 1.06 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ എത്രയാണ്? 58 million ആണ്. രണ്ടിടത്തും നമ്മൾ മില്യൺ വെക്കണില്ല, യൂസ് ചെയ്യുന്നില്ല, ക്യാൻസൽ ആയി പോയി എന്ന രീതിയിൽ. പ്ലസ് ജി എന്താണ് വരുന്നത്? 0.06 ആണ് വരുന്നത്. സോ എത്രയാണ് വരുന്നത്? 15.13% എന്ന രീതിയിലാണ്. നിയറസ്റ്റ് പെർസെന്റേജ് ആണ് വേണ്ടത്. സോ 15% എന്ന രീതിയിൽ നമ്മൾ എടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ഫൈനാൻസ് ഡയറക്ടർ ഓഫ് ട്രിക്കോർ ഇസ് അനലൈസിംഗ് ദ yield curve in euro market to select a suitable financing strategy. He observes that the yield curve has recently changed from normal yield curve to an inverted yield curve. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ റിട്ടേൺ ഒക്കെ കുറയാണ്, ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ കുറയാണ് ചെയ്യുന്നത് എന്നാണ്. നമ്മളിവിടെ ഇൻവെർട്ടഡ് കർവ് ആവുമ്പോൾ അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So which two of the following are true in this situation? Bonds with long-term maturity terms will have lower returns. ശരിയാണ്, റിട്ടേൺസ് ലോവർ ആവാണ് ചെയ്യുന്നത്. Tricor Co is exposed to rising interest rates in Euro country. റൈസിങ് അല്ല, ഫോൾ ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റിൽ ഫോൾ ആണ് വരുന്നത്. സോ അത് തെറ്റാണ്. നെക്സ്റ്റ്, the change would have been beneficial for Tricor company if it had issued long-term fixed rate debt before inversion. ഇത് മാറുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് ലാഭമായേനെ. ഓറൽസ് ഇപ്പൊ വലിയ കാര്യമില്ല. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ആൻസർ ശരിയെന്ന് കിട്ടി. പിന്നെന്താണ്? റൈസിങ് യൂറോ ബോണ്ട്സ് ഫൈനാൻസിങ് ഇൻ യൂറോ കറൻസി ഹാസ് ബിക്കേം മോർ അട്രാക്റ്റീവ്. തെറ്റാണ്. സോ
എയും സിയും ആണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഏജന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനേജേഴ്സ് ഓർ ഡയറക്ടേഴ്സിനെയാണ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള പ്രോബ്ലം എപ്പോഴാണ് ഉണ്ടാവുന്നത്? രണ്ടുപേരുടെയും ഗോൾ ഡിഫറെന്റ് ആയിരിക്കുമ്പോൾ. എന്താണെന്ന് നോക്കാം. സപ്ലയേഴ്സ് കട്ടിംഗ് ദെയർ കോസ്റ്റ് ബൈ യൂസിങ് ചീപ്പ് മെറ്റീരിയൽസ്. ഇതിൽ സപ്ലയേഴ്സിന്റെ കേസാണ് പറയുന്നത്. സപ്ലയേഴ്സും പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലവും തമ്മിലൊരു ബന്ധവുമില്ല. നെക്സ്റ്റ് വരുന്നത് ഡയറക്ടേഴ്സ് അവോയ്ഡിങ് ഡെപ്റ്റ് ഫിനാൻസ് ബിക്കോസ് ലോവർ ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഇൻക്രീസസ് ദർ ജോബ് സെക്യൂരിറ്റി. അതായത് എന്താ, ഡെപ്റ്റ് കൂടുതൽ വരുമ്പോ എന്താണ്, ഇൻട്രസ്റ്റ് കൂടുതൽ പേ ചെയ്യണം. അപ്പൊ എന്താണ്, പ്രോഫിറ്റ് കുറയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് കുറയുമ്പോൾ എന്താ, അവരുടെ ജോബ് കൃത്യമായി ചെയ്യുന്നില്ല, പ്രോഫിറ്റ് കൂടുന്നില്ല എന്ന രീതിയിലായിരിക്കും അവർക്ക് പണി വരും. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് ബോണസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. സോ എന്താണ്, അവരവരുടെ ജോബ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് കൂടുതലാക്കാനായിട്ട് എന്ത് ചെയ്യും, അധികം ഡെപ്റ്റ് ഫൈനാൻസ് ഒന്നും അപ്രൂവ് ചെയ്യില്ല. കൂടുതലും ഈ ഇക്വിറ്റി ഫൈനാൻസിങ് അങ്ങനത്തെ മറ്റു മാർഗങ്ങളാണ് യൂസ് ചെയ്യുക. ഡെപ്റ്റ് ഒന്നും അധികം യൂസ് ചെയ്യില്ല. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, എ പ്രൊജക്ട് ഹാസ് ആൻ ആവറേജ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ ഓഫ് $3,000 per year with an initial investment of $9,000 with no residual value. Depreciation is straight line and the project has 6 years lifespan. 6 years lifespan ആണ്. $3,000 ആണ് ഓരോ ഇയറിൽ വരുന്നത്. ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് 9,000 ആണ്. എ കമ്പനി ഹാസ് ടാർഗറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ROCE എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് ടാർഗറ്റ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ടാർഗറ്റഡ് പേ ബാക്ക് എന്ന് പറയുന്നത് 2.5 years ആണ്. ഇനി ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് രണ്ട് രീതിക്ക് ROCE കാണാം. ഒന്ന് ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഒന്ന് ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. സോ അണ്ടർ വിച്ച് investment appraisal method using the company's target will the project be accepted? അപ്പൊ അതെങ്ങനെയാണ് കാണണ്ടേ? നമുക്കറിയാം ഇവിടെ 3,000 per year ആണ് ഇൻഫ്ലോ വരുന്നത്. 9,000 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഔട്ട്ഫ്ലോ വരുന്നുണ്ട്. പേ ബാക്ക് പീരീഡ് ആണെങ്കിൽ എങ്ങനെ വരും? 3 വർഷത്തിനുള്ളിലാണ് പേ ബാക്ക് വരും. കാരണം 9,000 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ഈക്വൽ ഇൻഫ്ലോ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 9,000 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പൊ 3 years എന്നാണ് വരുന്നത്. അപ്പൊ എങ്ങനെ പോയാലും അതായിരിക്കില്ല, പേ ബാക്ക് പീരീഡ് വെച്ചിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. സോ ഇനിയുള്ള ചാൻസ് ROCEക്കാണ്. ROCE എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ക്യാഷ് ഫ്ലോ അറിയാം, ബട്ട് ROCE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ആണ് എടുക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് അറിയണം. പ്രോഫിറ്റ് അറിയാനായിട്ട് ക്യാഷ് ഫ്ലോ മൈനസ് ഡിപ്രിസിയേഷൻ ആണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ടോട്ടൽ ക്യാഷ് ഫ്ലോ ഫോർ 6 years എന്ന് പറയുന്നത് എത്രയാണ്? 3,000 into 6 which is 18,000 ആണ് വരുന്നത്. ഒരു 6 വർഷം കൊണ്ട് എത്രയാണ് ഡിപ്രിസിയേഷൻ വരുന്നത്? 9,000 മൈനസ് റെസിഡ്യൂവൽ വാല്യൂ ആണ്. റെസിഡ്യൂവൽ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 9,000 ആണ് നമ്മുടെ ഡിപ്രിസിയേഷൻ വരുന്നത് ഫോർ 6 years. അപ്പോ എത്രയാണ് ബാക്കി വരുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്? മൈനസ് 9,000 ചെയ്യുമ്പോൾ നമുക്ക് 9,000 ആണ് ടോട്ടൽ വരുന്ന പ്രോഫിറ്റ്, 6 കൊല്ലത്തേക്ക് വരുന്ന പ്രോഫിറ്റ്. പക്ഷെ നമുക്ക് വേണ്ടത് ആവറേജ് പ്രോഫിറ്റ് ആണ്. സോ 9,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 6 ചെയ്യണം. 6 years ആണ് നമുക്ക് വരുന്നത്, വിച്ച് ഇസ് 1,500 ആണ് നമ്മുടെ എന്ത് പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഇനി വേണ്ടത് എന്താണ്? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് കാണുന്നത്? ആവറേജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ റെസിഡ്യൂവൽ വാല്യൂ ഇല്ല. റെസിഡ്യൂവൽ വാല്യൂ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9,000 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് 4,500. അപ്പോ എത്രയാണ് നമ്മുടെ ROCE വരുന്നത്? 1,500 divided by 4,500 which is into 100 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 33.33 ആണ് നമ്മുടെ
ROCE കിട്ടുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് 28% ആണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ROCE ഹയർ ആണ്. സോ ROCE വെച്ചിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. Guideme is a charity that was set up with an objective to train dogs for the blinds. കണ്ണ് കാണാത്തവർക്ക് വേണ്ടി ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്ന ചാരിറ്റി ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് പെർഫോമൻസ് മെഷർ വുഡ് ബെസ്റ്റ് ഫിറ്റ് വിത്ത് ദ എഫക്റ്റീവ്നെസ് ഇൻ ദ വാല്യൂ ഓഫ് മണി ഓഡിറ്റ്. അപ്പൊ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിപാടി നമ്മൾ ചെയ്തത് എഫക്റ്റീവ് ആയിട്ടെന്ന് പറയാനായിട്ട് ആ ചെയ്ത പരിപാടിയുടെ ഔട്ട്പുട്ട് എത്രത്തോളം മികച്ചതാണ് എന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരാൻ ചാൻസ്? നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ബെസ്റ്റ് ഔട്ട്കം എന്ന രീതിയിൽ. അപ്പൊ ഇതെന്താണ്? ആവറേജ് അവേഴ്സ് ടു ട്രെയിൻ എ ഡോഗ് ടു ദ ഗൈഡ്മേ സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. അത് വെച്ച് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റില്ല. ഔട്ട്പുട്ട് ഡോഗ്സിനെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എത്രത്തോളം ഡോഗ്സ് കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ആണ് എന്ന രീതിയിൽ. ഇവിടെ നമ്പർ ഓഫ് ഡോഗ്സ് അവാർഡഡ് വിത്ത് ഗൈഡ്മേ സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്, ആ ഒരു ഇത് എത്ര പേര് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് ഒരു എഫക്റ്റീവ്നെസ് വരുന്നുണ്ട്. എത്ര ഡോഗ്സ് ആണ് കമ്പാരിറ്റീവ്ലി ചെയ്ത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ്, Elaco has decided to invest in a new machine which has 7 years lifespan and has no expected residual value. The machine can be purchased outright for $80,000 using 8% loan. Alternatively, it can be leased for 7 years by paying annual rental payments of ഇത്രയാണെന്ന് പറയുന്നു, which must be paid at the end of each year. Which of the following statements is correct? Machine should be purchased because option, ഏത് ഓപ്ഷൻ ആണ് ബെറ്റർ എന്ന രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് ഓപ്ഷൻ ആയിരിക്കും? ഫസ്റ്റ് ഇയറിൽ നമുക്ക് ബൈ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ബൈ ആണ്. ബൈയിൽ എന്തൊക്കെയാണ് റെലവെന്റ് ക്യാഷ് ഫ്ലോ? ഒന്ന്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. 2, റെസിഡ്യൂവൽ വാല്യൂ എത്രയാണ്. 3, എന്തെങ്കിലും ടാക്സ് കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇവിടെ നമുക്ക് ടാക്സ് വരുന്നില്ല, റെസിഡ്യൂവൽ വരുന്നില്ല. സോ ആകെയുള്ള ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ആണ്. സോ 80,000 തന്നെയാണ് ബൈയിങ്ങിനുള്ള കോസ്റ്റ്. ഇനി ലീസിനുള്ള കോസ്റ്റ്. ലീസിന് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ലീസ് വരുന്നത് $14,983 ആണ് ലീസ് വരുന്നത്. ഫോർ 7 years ടൈം. നമുക്ക് ഇവിടെ 8% ലോൺ ആണ് തന്നിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ 7 yearsന് സെയിം ആണ്. സോ ആനുവിറ്റി ആണ്. ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് ലീസിങ് കിട്ടും. ആനുവിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്താണ്? 1 മൈനസ് 1 പ്ലസ് ആർ എന്ന് വെച്ചാൽ പെർസെൻറ്റേജ്. എത്രയാണ്? 8%. സോ 1.08 എന്ന രീതി വന്നു. ഡിവൈഡഡ് റേസ് ടു എത്രയാണ്? -7. അത് ശ്രദ്ധിക്കണം, -7 എടുക്കണം എപ്പോഴും, അല്ലെങ്കിൽ ഉത്തരം തെറ്റായിട്ട് വരും. ഡിവൈഡഡ് ബൈ എത്രയാ? ഇയർ 7 അല്ല, പെർസെൻറ്റേജ് എത്രയാണ്? 8% ആണ് വരുന്നേ. സോ 0.08 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5.206 ആണ് നമ്മുടെ ആനുവിറ്റി ഫാക്ടർ കിട്ടുന്നത്. ഇത് ഇൻറ്റു നമ്മുടെ ക്യാഷ് ഫ്ലോ ചെയ്യുമ്പോൾ 14,983 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 78,002 എന്ന രീതിയിലാണ് നമ്മുടെ വാല്യൂ വരുന്നത്. അത് എത്രയാണ്? 80,000 കുറവാണ്. സോ ലീസിങ് ഇസ് ബെറ്റർ ഓപ്ഷൻ. സോ എന്താണ് വരുന്നത്? മെഷീൻ ഷുഡ് ബി പർച്ചേസ്ഡ് ബിക്കോസ് പർച്ചേസ്ഡ് അല്ല, അത് തെറ്റാണ്. മൗറാക്കോ ഷുഡ് നോട്ട് അഗ്രി ടു ഐദർ ഓഫ് ദ ഫോംസ് ഓഫ് ഫൈനാൻസിങ്. ആക്ച്വലി ഈ കമ്പനി വേറെയാണ് പറയുന്നത്, ബട്ട് ഐദർ ഓപ്ഷൻ പറ്റില്ല എന്നല്ല, നമുക്ക് ലീസിങ് ചെയ്യാൻ പറ്റും. മെഷീൻ ഷുഡ് ബി ലീസ്ഡ് ബിക്കോസ് ദിസ് ഓപ്ഷൻ ഹാസ് ലോവർ ഓവറോൾ കോസ്റ്റ് ദാൻ പർച്ചേസ് ഔട്ട്റൈറ്റ്. അപ്പൊ അത് ശരിയാണ്, പർച്ചേസിലും കുറവാണ് ലീസിന് വരുന്നത്. സോ അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, Allied Co is planning a major investment in a new manufacturing units in the next year.
Due to recent concerns that inflation is too high, the government has unexpectedly announced an increase in interest rate. Which two of the following statements concerning the impact of government's decision is true? അപ്പൊ ഏതായിരിക്കും? The company's cost of capital will decrease. തെറ്റാണ്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടാണ് ചെയ്യുന്നത്. This is an example for expansionary monetary policy എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി വരുന്നത്. സോ അത് തെറ്റാണ്. അങ്ങനെ ഒരു പോളിസി വരുമ്പോൾ ആ പോളിസിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ കമ്പനീന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ NPV കുറയും, അതുപോലെ തന്നെ ഡിമാൻഡ് കുറയും എന്ന രീതിയിലാണ് പറയുന്നത്. സോ കോൺട്രാക്ഷണറിയിൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് ഫോർ ദ കമ്പനി പ്രൊഡക്ട്സ് മേ ഡിക്രീസ്. അപ്പൊ അത് ശരിയാണ്. ആൻഡ് NPVന്റെ വാല്യൂ എന്താണ്? മുന്നത്തേലും കുറവാണ് വരുന്നത്. സോ അതും ശരിയാണ്. ഈ ക്വസ്റ്റ്യൻ, Wavenet Co is planning to an 1-for-4 right issue. അപ്പോൾ 4 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ റൈറ്റ് ഇഷ്യൂ ചെയ്യുക എന്നാണ് അവരുടെ പ്ലാൻ. Value of right has been calculated as $0.5 per existing shares. Wavenet Co മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് $8 per ഷെയർ ആണ്. What is the theoretical right price? അതായത് ടേപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ പ്രൈസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാധാരണ തിയററ്റിക്കൽ എക്സ് പ്രൈസ് കാണാൻ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? നമ്മൾ യൂസ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഫണ്ട്സ് പ്ലസ് ഫണ്ട് റേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ആ ഫോർമുലയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ഫോർമുല യൂസ് ചെയ്യണം? മാർക്കറ്റ് ഷെയർ മൈനസ് വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ഈക്വൽ ടു ടേപ്പ് എന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോ അറിയാത്തവര് നോട്ട് ചെയ്തോളോ. മാർക്കറ്റ് പ്രൈസ് മൈനസ് വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നതും ടേപ്പ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? 8 മൈനസ് 0.5 വിച്ച് ഇസ് 7.5. ഇതിലെവിടെ 7.5? ഇതാണ് 7.5. നമ്മൾ 7.5 എടുത്തിട്ടു. ഇനി റൈറ്റ് ഇഷ്യൂ പ്രൈസ്. റൈറ്റ് ഇഷ്യൂ പ്രൈസ് എങ്ങനെ കാണും? നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ഉണ്ട്, ടേപ്പ് ഉണ്ട്, മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ആൻഡ് ആ ടേംസ് എത്രയാണ് കൊടുക്കുന്നത്, നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. എങ്ങനെയാണ് റൈറ്റ് ഇഷ്യൂ കാണോ? നമുക്കൊരു ഫോർമുല അറിയാം. വാല്യൂ ഓഫ് റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് ടേപ്പ് മൈനസ് റൈറ്റ് ഇഷ്യൂ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആണ്. സോ എന്താണ് ചെയ്യേണ്ടത്? ഈക്വൽ ടു ഇവിടെ 0.5 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 7.5 മൈനസ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് 2 ആയിരിക്കും. ഇഷ്യൂ പ്രൈസ് കാണുമ്പോൾ അപ്പൊ എന്താണ്? 7.5 മൈനസ് 2 വിച്ച് ഇസ് 5.5 ആണ് വരുന്നത്. സോ 5.5 എവിടെയാണ്? ഇതാണ് 5.5. സോ നമ്മൾക്ക് റൈറ്റ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 5.5 ആണ്. Telco is a listed company which has 400 million ordinary shares in issue. Yesterday, the ordinary share price closed at $5. 2 days earlier, the board of directors approved the launch of 2 new innovative products, but this has not been publicly announced. Product A has a NPV of $40 million. Decision to launch Product A will be announced publicly tomorrow. Product B ന്റെ NPV എന്ന് പറയുന്നത് $160 million ആണ്. Decision to launch the product B will be announced this morning. ഈ മോർണിംഗിലാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. Assume all the things are equal and the capital market believe the projected NPVs. അപ്പോൾ ഇതൊക്കെ കൃത്യമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണെന്ന് ബിലീവ് ചെയ്യുന്നു. Both products will be financed using internally generated funds. പുറത്തുനിന്ന് ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ളതൊന്നും അല്ല. റിട്ടേൺ ഏർണിങ്സ് ഒക്കെ വെച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ
ഫൈനാൻസിങ് നടത്തിയേക്കുന്നത്. What will be the ordinary share price at the end of today if capital market is semi-strong form efficient? And second one, strong form efficient. അപ്പൊ സെമി സ്ട്രോങ് ഫോം എഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താ? പാസ്റ്റ് ഡാറ്റാസ് അറിയായിരിക്കും ആൻഡ് ഈ പറഞ്ഞ പോലെ പ്രസന്റിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്, പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് എന്നറിയാൻ പറ്റും. സ്ട്രോങ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് പിന്നെ ഇപ്പൊ പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്ന കേസുകൾ എന്തൊക്കെയാണ്? ആ കമ്പനീന്റെ ഉള്ളിൽ ഇൻസൈഡ് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ആ കമ്പനീന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അപ്പോ ഇൻസൈഡർ ആയിട്ടുള്ള ഒരാൾക്കറിയാം ഇങ്ങനെ നാളെ ഉണ്ടാവാൻ പോകുന്നത് എന്റെ പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, ബിന്റെ പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ആർക്കറിയാം? സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യന്റിൽ അറിയാൻ പറ്റും. അപ്പോ ബിന്റെ ഇത് 2 ദിവസം മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്, ഇങ്ങനെ ലോഞ്ച് ചെയ്യും എന്ന രീതിയിൽ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഷെയർ പ്രൈസ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ $5 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇൻസൈഡർ ഇൻഫോർമേഷൻ. 2 ദിവസം മുന്നേ ഉള്ള പ്ലാനിങ്ങിന്റെ പുറത്താണ് ഈ പുതിയ പ്രൈസ് വന്നേക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ $5 വരുന്നത് ഏതാണ്? ഓപ്ഷൻ സിയിലാണ് മാത്രമാണ് സ്ട്രോങ് ഫോമിൽ $5 വരുന്നത്. അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് ഇപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാൻ സെമി സ്ട്രോങ് ഫോമിലുള്ളവർക്ക് എന്തൊക്കെ അറിയാം? പാസ്റ്റ് അറിയാം, ഇപ്പൊ പബ്ലിക്കലി അനൗൺസ് ചെയ്തത് എത്രയാണ്? പ്രൊഡക്റ്റ് ബിന്റെ ലോഞ്ചിങ് ആണ്. അത് എത്രയാണ്? NPV 160 ആണെന്ന് പറയുന്നുണ്ട്. 160 ആണ് NPV. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 400 ആണ്. സോ 160 ഡിവൈഡഡ് ബൈ 400 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 0.4 ആണ്. അത്രയും ഇൻക്രീസ് ഉണ്ടാവും നമ്മുടെ മാർക്കറ്റ് വാല്യൂല്. സോ 5 പ്ലസ് 0.4 എന്ന് പറയുന്നത് എത്രയാണ്? 5.4 ആണ് വരുന്നത്. അതാണ് സെമി സ്ട്രോങ് ഫോമിന്റെ കേസിലുള്ള മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഷെയർ വരുന്നത്. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിംഗ് ദ ട്രഡീഷണൽ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് കറക്റ്റ്? There is an optimal capital structure for a company where the market value is maximized. ശരിയാണ്, മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. വേർ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇക്വിറ്റിയും പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഡെപ്റ്റും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് എന്താണ്? Which two of the following statements concerning the interest rate risk management method of smoothing are true? സ്മൂത്തിങ്ങിൽ എന്താണ് വരുന്നത്? The debt portfolio will consist of a mixture of fixed and floating debt. ശരിയാണ്, ഫിക്സ്ഡും ഫ്ലോട്ടിന്റെയും ഒരു മിക്സ് ആണ് നമ്മുടെ സ്മൂത്തിങ്ങിൽ വരുന്നത്. അപ്പൊ അധികം ഡിഫറൻസ് വരില്ല, മാർക്കറ്റ് റേറ്റും വെച്ചിട്ട് അധികം ഡിഫറൻസ് വരില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സ്മൂത്തിങ് എടുക്കുന്നത്, സ്മൂത്തിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ അത് കറക്റ്റ് ആണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിൽ സ്റ്റിൽ ഇൻക്രീസ് ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്. ശരിയാണ്, എലിമിനേറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് റിസ്കിൽ ചെറിയൊരു വേരിയേഷൻ, ഒരു അധികം ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ കൊണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ആ റേറ്റ്, ആ വ്യത്യാസം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ ആദ്യം കുറച്ച് കൂടുതലുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് ഒരു ഇത്തിരി കൂടുതലായിരിക്കും. അത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താ വരുമോ? ഇൻട്രസ്റ്റ് പേയ്മെന്റും അതുപോലെ തന്നെ കൂടും. സോ എയും ബിയും ആണ് കറക്റ്റ് ആൻസേഴ്സ്. നമ്മളോട് 2 ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളൂ. എയും ബിയും കറക്റ്റ് ആണെങ്കിൽ ബാക്കി മുഴുവൻ തെറ്റായിരിക്കും. അങ്ങനെ നമ്മുടെ സെഷൻ എ കഴിഞ്ഞു. ഇനി സെഷൻ ബി അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും വരുന്നത്. താങ്ക് യു ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.